ഹലോ നമസ്കാരം. നമ്മളിന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിലൂടെ നമ്മൾ പറയുന്നതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അത് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഞാൻ കുറച്ച് ട്രിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. മാക്സിമം ഈസി മെത്തേഡിലൂടെ ആൻസറിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എടുക്കുന്ന 2018 നീറ്റ് എക്സാമിലെ ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഗിവൺ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ഫോർ അമോണിയ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ റെസ്പെക്റ്റീവ്ലി. അതായത് ഇത്രയും മോളിക്യൂൾസിൻ്റെ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഗ്യാസസ് ഈസ് മോസ്റ്റ് ഈസിലി ലിക്വിഫൈഡ്. ഏറ്റവും പെട്ടെന്ന് ലിക്വിഫൈഡ് ആക്കാൻ കഴിയുന്ന മോളിക്യൂൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എന്ന് കാണാം. ആക്ച്വലി വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. എ എന്നുള്ള ലെറ്ററിനെയാണ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്റർമോളിക്കുലാർ ഫോഴ്സിനെയാണ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സിനെയാണ്. എന്താ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഫോഴ്സിനെയാണ് എന്ത് പറയുക, അല്ലെങ്കിൽ ആ അട്രാക്ഷനെയാണ് എന്ത് പറയുക, ഇന്റർമോളിക്കുലർ. മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് പറയുക ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എ എന്നുള്ളത് അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സപ്പോസ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എ കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ത് ചെയ്യും എന്നറിയോ, ഇൻക്രീസ് ചെയ്യും. ഞാനൊരു ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുക. ഗ്യാസ് മോളിക്യൂൾസ് ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, വിട്ടിട്ട് ഇത്രയൊന്നും അടുത്ത് വരില്ല, ഇത്ര. ഓക്കെ, എന്നാൽ ലിക്വിഡ് ആകുമ്പോൾ എന്താവും, കുറച്ചുകൂടി അടുത്ത് വരും അവർ. ഓക്കെയാണ്, ഇത് ലിക്വിഡാണ്, ഇത് ഗ്യാസ് ആണ്. ലിക്വിഡിനാണ് ഗ്യാസിനാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതൽ? ലിക്വിഡിനായിരിക്കും ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതൽ. അതായത് അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ ലിക്വിഡിനായിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ. നമുക്കറിയാം വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടും. ദെൻ ഈസിലി നമുക്ക് ലിക്വിഡ് ഫോം ചെയ്യുന്നതാണ്. അതായത് ഈ കൊടുത്തിട്ടുള്ളതിൽ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ഏറ്റവും കൂടിയ മോളിക്യൂളിനായിരിക്കും, അല്ലെങ്കിൽ ആ മോളിക്യൂളിനെ ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ഉള്ളത് ആർക്കാണ്? 4.7 ആണ് ഏറ്റവും മാക്സിമം വാല്യൂ. അത് ആർക്കാണ്? അമോണിയക്കാണ്. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? അമോണിയ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ എത്ര ആലോചിച്ചാൽ മതി നിങ്ങൾ, വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് കൂടിയാൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയാൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ലിക്വിഡ് ഫോം ചെയ്യും. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ഉള്ള മോളിക്യൂളിലായിരിക്കും നമുക്ക് ഏറ്റവും പെട്ടെന്ന് എന്തായിരിക്കാം, ഏറ്റവും പെട്ടെന്ന് ലിക്വിഡാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത്. സിമ്പിളാണ്. ഓക്കെ, അതുപോലെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ, അമോണിയ എന്ന് പറയുന്ന ഒരു പോളാർ കോമ്പൗണ്ട് ആണ്. നിങ്ങൾക്ക് പലപ്പോഴും യൂസ്ഫുൾ ആയിട്ട് വരും. അമോണിയ എന്ന് പറയുന്നത് ഒരു പോളാർ കോമ്പൗണ്ട് ആണ്. അമോണിയ, വാട്ടർ, ഇതൊക്കെ എന്താണ്? പോളാർ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ കറക്ഷൻ ഫാക്ടർ എ ടു ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കറസ്പോണ്ട്സ് ടു. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് എ എന്നുള്ളത്. വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ആണ്. എന്താ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട, സിമ്പിളാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇനി മുതൽ ആൻസർ ചെയ്യാൻ ഞാൻ നിങ്ങൾക്കൊരു കുറച്ച് ട്രിക്ക് പറഞ്ഞുതരാം. അത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഈവൻ കാൽക്കുലേഷൻ എടുക്കുന്നത് സിമ്പിളാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈക്വൽ മോൾസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസസ് ആർ പ്ലേസ്ഡ് ഇൻ എ കണ്ടെയ്നർ വിത്ത് പിൻ ഹോൾ ത്രൂ വിച്ച് both can escape. What fraction of the oxygen escapes in the time required for 1/2 of the hydrogen to escape? ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഓക്കെ, നമുക്കിതിനെ ചെറുതായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം എന്താണ് പിൻ ഹോൾ? എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഡിഫ്യൂഷൻ എന്ന് പറയാം. ഇനി
ഞാൻ ഇങ്ങനെ ഒരു വെസലെടുത്തു, ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ട് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ ഗ്യാപ്പിലൂടെ സപ്പോസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് പുറത്തു പോവുകയാണ്. ഇതിനെ നമുക്ക് ഇഫ്യൂഷൻ എന്ന് വിളിക്കാം. എന്താ വിളിച്ചത്? ഇഫ്യൂഷൻ. ഒരു പിൻ ഹോള് അല്ലെങ്കിൽ ചെറിയ ഒരു ഹോളിലൂടെ നമ്മൾ ഓട്ടം എന്നൊക്കെ പറയില്ലേ, അതിലൂടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഗ്യാസ് മോളിക്യൂൾസ് പുറത്തു പോവുകയാണ്. ഞാൻ എന്ത് വിളിക്കാം? നമുക്ക് ഫ്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തതിന് ഞാൻ കുറച്ച് ട്രിക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അതായത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ is proportional to n by t. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ്. അതുപോലെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ പ്രൊപ്പോർഷണൽ ടു v by t. v എന്താണ്? വോള്യൂം. ദെൻ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ പ്രൊപ്പോർഷണൽ ടു x by t. x എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം. ഓക്കെ, ഒന്ന് ഒരു ബ്രാക്കറ്റിലിട്ട് നിങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ച് നോക്കണം. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ഓക്കെ, റേറ്റ് പ്രൊപ്പോർഷണൽ ടു n by t, v by t, x by t. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ. അതായത് R1 by R2. നമുക്ക് രണ്ട് റേറ്റ് തന്നാൽ R1 by R2 will be equal to N1 by T1 by N2 by T2 is equal to V1 by T1 by V2 by T2 is equal to X1 by T1 by X2 by T2. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, എസ്പെഷ്യലി ഇത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഇതിലോട്ട് എത്താമല്ലോ. കാരണം ഇത് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിയും. ഈവൻ സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ, മിസ്സാക്കരുത്. ഇനി അഡീഷണൽ നിങ്ങൾക്ക് വേറൊരു പോയിന്റ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതായത് റേറ്റ് പ്രൊപ്പോർഷണൽ ടു PA by റൂട്ട് ഓഫ് MT. അതായത് P എന്ന് പറയുന്നത് പ്രഷറാണ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ്റെ റേറ്റ് പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ശരിയല്ലേ? അതായത് പ്രഷർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യും. വിച്ച് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ഏരിയ. സി, റേറ്റ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ഏരിയ കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടും. ദെൻ ബട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്, റൂട്ട് ഓഫ് മാസ്, മോളിക്കുലർ മാസ്. ഓക്കെ, അതായത് നമുക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മളൊരു കണ്ടെയ്നർ എടുത്തു, ചെറിയൊരു പിൻ ഹോൾ ഇട്ടു ഇതിലൂടെ. സോ വലിയ സൈസുള്ള മോളിക്യൂൾസ് ആണെങ്കിൽ ഈ പിൻ ഹോളിലൂടെ പോകാൻ ബുദ്ധിമുട്ടല്ലേ? സോ സൈസ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കുറഞ്ഞു വരും. അതുപോലെ തന്നെയാണ് ടെമ്പറേച്ചറും. ആക്ച്വലി ടെമ്പറേച്ചർ കൂട്ടിയാൽ ഈ മോളിക്യൂൾസ് അവിടെ ഇവിടെ വന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. ഇവർ നന്നായിട്ട് മൂവ് ചെയ്യും, പക്ഷേ അവിടെ ഇവിടെ ഇടിച്ചുകൊണ്ടിരിക്കും, ഇവർ പുറത്തോട്ട് പോകത്തില്ല. സോ ടെമ്പറേച്ചറും കൂടിയാൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കുറയും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ റേറ്റ് പ്രൊപ്പോർഷണൽ ടു PA by റൂട്ട് ഓഫ് MT. P എന്താണ്? പ്രഷറാണ്. A എന്താണ്? ഏരിയയാണ്. M എന്താണ്? മാസ്സാണ്, മോളിക്കുലർ മാസ്. T എന്താണ്? ടെമ്പറേച്ചറാണ്. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് നോക്കൂ. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഹൈഡ്രജനും ഓക്സിജനും തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മോളിക്കുലർ മാസ് നമുക്കറിയില്ലേ എത്രയാണെന്ന്? നമുക്കറിയാം. സോ നമുക്ക് ഇനി അത് വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതായത് റേറ്റ് പ്രൊപ്പോർഷണൽ ടു 1 by റൂട്ട് M. ഓക്കെ, സി, റേറ്റ് പ്രൊപ്പോർഷണൽ ടു 1 by റൂട്ട് M. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, R1 by R2 എന്തായിരിക്കും? റൂട്ട് ഓഫ് M2 by M1 ആയിരിക്കും. ശരിയല്ലേ? ഇനി R1 ഞാൻ ഹൈഡ്രജൻ ആയിട്ട് എടുക്കാം, RH2. R2 ഞാൻ ഓക്സിജൻ ആയിട്ട് എടുക്കുകയാണ്, RO2 is equal to റൂട്ട് ഓഫ് M2. അതായത് ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 16 അവർ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ 32 ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ മോളിക്കുലർ മാസ് എത്രയാണ്? 2. അപ്പോൾ എന്ത് കിട്ടും? 32/2 എത്രയാണ്? 16. 16ൻ്റെ റൂട്ട് എത്രയാണ്? 4. സി, അപ്പോൾ RH2 by RO2 ഈസ് ഈക്വൽ ടു 4.
ഓക്കെ, ഇനി നമുക്ക് ഒരു സംഭവം തന്നിട്ടുണ്ട്. അതായത് നോക്കൂ, ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ഓക്സിജൻ എസ്കേപ്സ്, ഓക്സിജൻ എസ്കേപ്പ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ RO2 ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദി ടൈം റിക്വയർഡ് ഫോർ 1/2 ഓഫ് ദി ഹൈഡ്രജൻ ടു എസ്കേപ്പ്. അതായത് RO2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. RO2. ഓക്കെ, അപ്പോൾ RO2 ഈസ് ഈക്വൽ ടു എന്ത് വരും, RH2/4 വരും. RH2 എത്രയാണ്, 1/2 എന്നുണ്ട്. സോ 1/2 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എത്രയാണ്, 2/4 എത്രയാണ്, 2 × 4 എത്രയാണ്, 8 ആണ്. 1/8. 1/8 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, 1/8, ഓപ്ഷൻ സി ആയിരിക്കും. സോ നിങ്ങളിതിൽ പഠിച്ചു വെക്കേണ്ട എത്രയേ ഉള്ളൂ, ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് R പ്രൊപ്പോർഷണൽ ടു N/T, പ്രൊപ്പോർഷണൽ ടു V/T, പ്രൊപ്പോർഷണൽ ടു X/T. ഓക്കെ, അതുപോലെ ഇത് മനസ്സിലാക്കി വെക്കാം, റേറ്റ് പ്രൊപ്പോർഷണൽ ടു PA/√MT. ഇനി വരാൻ പോകുന്ന എക്സാമിൽ ചോദിക്കുന്ന മേ ബി മറ്റ് ഈ ഇക്വേഷൻ, ഈ റിലേഷൻ നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ആൻസർ ചെയ്യാൻ ഞാൻ കുറച്ചൊരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. എ ഗ്യാസ് സച്ച് ആസ് കാർബൺ മോണോക്സൈഡ് വുഡ് ബി മോസ്റ്റ് ലൈക്ലി ടു ഒബേ ദി ഐഡിയൽ ഗ്യാസ് ലോ അറ്റ്. ഓക്കെ, ഇവിടെ കൈനറ്റിക് ഗ്യാസ് തിയറി, നിങ്ങൾ കൈനറ്റിക് ഗ്യാസ് തിയറി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ കൈനറ്റിക് ഗ്യാസ് തിയറി ഐഡിയൽ ഗ്യാസിനുള്ളതാണ്. എന്താണ് ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ, ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോതെറ്റിക്കൽ ഗ്യാസസ് ആണ്. ഹൈപ്പോതെറ്റിക്കൽ ഗ്യാസസ് ആണ്. സോ കൈനറ്റിക് ഗ്യാസ് തിയറി ആർക്കുള്ളതാണ്, ഐഡിയൽ ഗ്യാസിനുള്ളതാണ്. ഐഡിയൽ ഗ്യാസ് എന്താണ്, ഹൈപ്പോതെറ്റിക്കൽ ഗ്യാസ് ആണ്. ഓക്കെ, ഞാൻ ഒരു കണ്ടെയ്നർ എടുത്തു. ഈ കണ്ടെയ്നറിൽ ഞാൻ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് എടുത്തു. നിങ്ങൾക്കറിയാം, ഈ ഗ്യാസുകൾക്കിടയിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് നെഗ്ലിജിബിൾ ആണ്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് നെഗ്ലിജിബിൾ. കാരണം എന്താണ്, ഗ്യാസ് മോളിക്യൂൾസ് വളരെയധികം വിട്ടാണ് കിടക്കുന്നത്. ഇവർ തമ്മിലുള്ള അട്രാക്ഷന് അഥവാ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വളരെ വളരെ കുറവായിരിക്കും. കാരണം മോളിക്യൂൾസ് വളരെ വിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി അപ്പം നിങ്ങൾ കൈനറ്റിക് തിയറി ഗ്യാസ് ഐഡിയൽ ഗ്യാസിനുള്ളതാണെന്ന് മനസ്സിലാക്കി, ഐഡിയൽ ഗ്യാസ് ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കി. ഇവരുടെ കേസിൽ ഈ മോളിക്യൂൾസ് വളരെ വിട്ടായിരിക്കും കിടക്കുക. അഥവാ ഇവിടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് നെഗ്ലിജിബിൾ അല്ലെങ്കിൽ വളരെ വളരെ കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി ഞാൻ ടെമ്പറേച്ചർ എടുക്കുകയാണ്. ഞാൻ ടെമ്പറേച്ചർ എടുത്തു. ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക, ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വീണ്ടും കുറയില്ലേ, കാരണം മോളിക്യൂൾസ് വിട്ട് പോകും. അപ്പോൾ ഡിസ്റ്റൻസ് വളരെ കൂടും, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വളരെ വളരെ കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഈ ടെമ്പറേച്ചർ കൂട്ടുന്നത് കൈനറ്റിക് തിയറി ഗ്യാസിനെ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസിനെ ഫേവർ ചെയ്യുമെന്ന് പറയാം. ഐഡിയൽ ഗ്യാസ് എന്താ പറയുന്നത്, മോളിക്യൂൾസ് തമ്മിൽ വളരെ വളരെ വിട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും സെയിം കണ്ടീഷനല്ലേ വരുന്നത്, മോളിക്യൂൾസ് വിട്ടല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുന്നത് ഐഡിയൽ ഗ്യാസിനെ ഒബേ ചെയ്യും അല്ലെങ്കിൽ ഫേവർ ചെയ്യുമെന്ന് പറയാം. ഇനി ഞാൻ വോള്യത്തിൻ്റെ കേസ് എടുക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വോള്യൂം ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ടോട്ടൽ വോള്യൂം. അതായത് ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് ടോട്ടൽ വോള്യൂം കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. അതായത് നമ്മൾ വോള്യൂം കൂട്ടുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ വോള്യൂം കൂട്ടുകയാണെങ്കിൽ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെയധികം കൂടും, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വളരെയധികം കുറയും. അതായത് അതും എന്താണ്, ഐഡിയൽ ഗ്യാസിനെ ഫേവർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ പ്രഷർ എടുക്കുകയാണ്. ഞാൻ പ്രഷർ കൂട്ടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, പ്രഷർ കൂട്ടുകയാണെങ്കിൽ ഈ മോളിക്യൂൾസ് തമ്മിൽ അടുത്തടുത്ത് വരും, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കൂടും. അതായത് ഈ ഗ്യാസ് എന്തായിട്ട് മാറും എന്നറിയോ, ലിക്വിഡായിട്ട് മാറും. ഗ്യാസ് ലിക്വിഡായിട്ട് മാറും, കാരണം മോളിക്യൂൾസ് അടുത്തടുത്ത് വരും. അത് ഐഡിയൽ ഗ്യാസ് ലോന് എതിരാണ്, എഗെൻസ്റ്റ് ആണ്. അപ്പോൾ എന്താവണം, പ്രഷർ കുറയണം. പ്രഷർ കുറഞ്ഞാൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി പോരും, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഓക്കെ, സോ ഇത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ.
ഐഡിയൽ ഗ്യാസ് ലോനെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ കൂടണം, ടോട്ടൽ വോളിയം കൂടണം, പ്രഷർ കുറയണം. ഇവിടെ ഓപ്ഷൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? സി, നാലാമത്തെ ഓപ്ഷൻ നോക്കൂ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ഇതാണ് എന്ത് ചെയ്യുക? ഐഡിയൽ ഗ്യാസ് ലോ. A gas such as carbon monoxide would be most likely to obey ideal gas law at ഏതാണ്? ഹൈ ടെമ്പറേച്ചർ, ലോ പ്രഷർ. ഹൈ ടെമ്പറേച്ചർ, ലോ പ്രഷർ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മാക്സിമം ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം. ഇവിടെ 4 മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പോളാർ മോളിക്യൂളിനെ സെലക്ട് ചെയ്യണം. ഇവിടെ പോളാർ മോളിക്യൂൾ ഏതാണ്? അമോണിയാണ്. അതുപോലെ വാട്ടർ ഒരു പോളാർ മോളിക്യൂളാണ്. ഓക്കെ, സി, ഞാൻ പോളാർ മോളിക്യൂൾ സെലക്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം ഈ പോളാർ മോളിക്യൂൾസിന് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതലായിരിക്കും. കാരണം അവിടെ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുന്നുണ്ട്. ഒന്ന് പോസിറ്റീവാണ്, അടുത്തത് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നത്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസിന് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കുറയണം, അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയണം. പക്ഷേ ഇവിടെ എന്താണ്? കൂടി. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി എന്ന് പറയുമ്പോൾ ഐഡിയൽ ഗ്യാസിന് എഗെൻസ്റ്റ് ആണ്, എതിരാണ്. ഓക്കെ ആണോ? സോ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള പോളാർ മോളിക്യൂൾ ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? പോളാർ മോളിക്യൂൾ സെലക്ട് ചെയ്യാൻ കാരണം ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവർക്ക് കൂടുതലാണ്. അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസിന് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയണം. നിങ്ങളിത് മാത്രം ഓർത്താൽ മതി. ഐഡിയൽ ഗ്യാസിന് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷന് അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷന് കുറയണം എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ആണോ? ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. സി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡെൻസിറ്റിയാണ്. വാട്ട് ഈസ് ദ ഡെൻസിറ്റി? എന്തൊക്കെ തന്നിട്ടുണ്ട്? നൈട്രജൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്. ദെൻ പ്രഷർ 5 atm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സി, ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് PV ഈസ് ഈക്വൽ ടു nRT എന്നാണ്. ഓക്കെ, ദെൻ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. അപ്പോൾ നമുക്ക് എന്നിന് പകരം ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ PV ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. കാരണം നമ്മുടെ തന്നിട്ടുള്ളത് നമുക്കറിയുന്നത് ഇവിടെ മോളിക്കുലർ വെയിറ്റ് ഇവിടെ നമുക്കറിയാം. ഓക്കെ, നൈട്രജൻ്റെ. സോ WmRT. കാരണം നമ്മൾ വിചാരിച്ചാൽ മതി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൻസിറ്റിയാണ്. സോ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ വോളിയം ആണ്, അല്ലെങ്കിൽ വെയിറ്റ് പെർ വോളിയമാണ്. സോ നമ്മൾ അതിലോട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരണം. വോളിയം ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്നിനെ കൺവേർട്ട് ചെയ്താലും നമുക്ക് മാസ് കിട്ടും, മാസിൻ്റെ ഒരു ഫോം കിട്ടും. ദെൻ നമുക്ക് ചെയ്യാലോ. സോ PV, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, സോ PV നമുക്ക് എന്ത് ചെയ്യാം? ഈ വിനെ എപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പം WRT ബൈ VM. സി, ഈ വെയിറ്റ് പെർ വോളിയം അല്ലെങ്കിൽ മാസ് പെർ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് പകരം ഡെൻസിറ്റി എന്ന് എഴുതിയാൽ മതി. സോ P ഈസ് ഈക്വൽ ടു DRT ബൈ M. നമുക്ക് ഡെൻസിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? PM ബൈ RT. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ പ്രഷർ തന്നിട്ടില്ലേ? P എന്ന് പറയുന്ന പ്രഷറാണ്, M എന്ന് പറയുന്നത് മോളിക്കുലർ മാസാണ്, R എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ദെൻ T ടെമ്പറേച്ചറാണ്. ഓക്കെ, സോ പ്രഷർ എത്രയാണ് തന്നിട്ടുള്ളത്? 5 atm അല്ലേ? 5 ആണ്. മോളിക്കുലർ മാസ് എത്രയാണ്? നൈട്രജൻ ഗ്യാസ് ആണ്. 1 പറയുമ്പോൾ 14, N എന്ന് പറയുമ്പോൾ 14. സോ N2 എന്ന് പറയുമ്പോൾ 14 × 2 28. സോ 28. R ഇവിടെ തന്നിട്ടുള്ളത് 0.08. പക്ഷേ ഇനി മുതൽ നിങ്ങൾ 1/12 എടുത്താൽ മതി. 1/12 എടുക്കുകയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. ഓക്കെ,
1/12. പക്ഷേ നിങ്ങൾ 1/12 കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സാക്റ്റ് വാല്യൂ ആയിരിക്കത്തില്ല, ഈ എക്സാക്റ്റ് ആൻസറിനോട് അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ 1/12 എടുക്കാം. നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് എത്രയാണ്? 227 ആണ്. ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ 227 ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 273 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 500 വരത്തില്ലേ? 500 വരും. സോ ടെമ്പറേച്ചർ എത്രയാണ്? 500 ആണ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൻസിറ്റി ഡി ഇസ് ഈക്വൽ ടു 5 × 28 ഡിവൈഡ് ബൈ 1/12 ഇൻറ്റു 500. ഈ 12നെ നമുക്ക് മുകളിലോട്ട് എടുത്തൂടെ? സോ എന്ത് വരും? 5 ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് എഴുതുന്നത്. ഓക്കെ, 12 × 28 ഡിവൈഡഡ് ബൈ 500. നമുക്ക് ഈ 5 വെട്ടിക്കൂടെ? സോ നമുക്ക് എന്ത് കിട്ടും? 12 × 28 എത്രയെന്ന് കണ്ടുപിടിക്കണം. ഞാനിവിടെ ചെയ്യാം. 12 × 28. ഓക്കെ, എന്ത് കിട്ടും? 2 16 ശിഷ്ടം 1 8 8. ഓക്കെ, സോ 2 16 ശിഷ്ടം 1 8 8 8 1 9 2 4 336 കിട്ടത്തില്ലേ? സോ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പെട്ടെന്ന് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് കൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പതുക്കെ ചെയ്യുന്നത്. സോ 336/100 എത്ര വരും? 2 പോയിൻറ്റ് മുമ്പിലോട്ട് കൊടുത്താൽ പോരെ. സോ 3.36 ആയിരിക്കും ആൻസർ വരിക. ഇനി ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആൻസർ കിട്ടത്തില്ല, കാരണം നമ്മൾ ഈ ആറിൻ്റെ ഈ വാല്യൂ എടുക്കുന്നതിന് പകരം നമ്മൾ 1/12 ആണ് എടുത്തത്. ഓക്കെ, സോ ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണ്? 3.41 അല്ലേ? സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഇവിടെ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഷോർട്ട് കട്ടും ഇതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി. ദെൻ ഇനി കൂടുതൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. പക്ഷേ ഇതൊരിക്കലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ അടുത്തതിലോട്ട് പോകരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.